إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. قل إنما أنا بشر مثلكم يوحى إلي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ ഇസ്ലാഹി പ്രവർത്തകന്മാരെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, അനാചാരങ്ങൾ എന്ന ശീർഷകത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏതാനും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കുകയാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയുമാണ് മനുഷ്യകുലത്തിന് സ്വർഗത്തിലെത്തുവാനുള്ള വഴി. 23 കൊല്ലക്കാലം സഹാബത്തിന്റെ കൂടെ ജീവിതത്തിന്റെ നൗകയായി പ്രവർത്തിക്കുകയും അന്തിമമായി യാത്ര ചോദിച്ചപ്പോൾ ആ യാത്രയുടെ മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 23 കൊല്ലക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ച് നിങ്ങളെ നിരാലംബരും നിരാശ്രയരുമായി വിട്ടേച്ചു പോകുന്നില്ല, മറിച്ച് സ്വർഗത്തിലേക്ക് എന്റെ കൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. മാമി യുഖരിബുക്കും ഇലൽ ജന്ന വമാമി യുബീദുക്കും അനിൻ നാർ ഇല്ലാ വഖദ് ഹദ്ദസ്തുക്കും. സ്വർഗത്തിൽ എത്തിച്ചേരാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ എന്തെല്ലാം ഉണ്ടോ സർവത്രയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അത് സർവത്രയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിന്റെ അന്തിമ വേളയിലുള്ള നിർദ്ദേശമാണ്. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെയോ തിരുസുന്നത്തിലൂടെയോ പഠിപ്പിച്ചിട്ടില്ലാത്ത അനവധി നിരവധി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അഭിമാനത്തോടുകൂടി ശിരസ്സുയർത്തി നിൽക്കാൻ കഴിയാത്ത വിധം അപമാനകരമായ അനവധി ബിദ്അത്തുകൾ അഥവാ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ മുസ്ലിം സമൂഹം ഇന്ന് പുലർത്തി വരുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. എന്റെ സുന്നത്ത്, ഞാൻ പഠിപ്പിക്കാത്തൊരു സുന്നത്ത് നിങ്ങൾ ചെയ്താൽ ഓൻ മുസ്ലിമേ അല്ല. നമ്മളിപ്പോ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് തള്ളുണ്ടല്ലോ. സുന്നത്തല്ലേ അങ്ങനെ ഒരു പരിപാടിന്റെ എന്റെ സുന്നത്ത് ആരെങ്കിലും കൂടുതൽ ചെയ്യുകയോ കുറച്ച് ചെയ്യുകയോ എന്നിട്ട് അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഓന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, മുസ്ലിം സൊസൈറ്റിയിലേ പെടൂല. ഇത് ഞാൻ പറഞ്ഞല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്കമൊഴിയാണ്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ത് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോ മുസ്ലിം സമൂഹത്തില് വലിയ നിലക്ക് നടക്കുന്ന ഓരോരോ റാത്തീബുകളും ഓരോരോ മൗലിദുകളും ഷറഫുൽ അലാം മൗലിദും ജാല മുഹമ്മദും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ
വളരെ നല്ലതാണെന്ന് തോന്നും. തുടക്കത്തിൽ അതിന്റെ തുടക്കം വളരെ നല്ലതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത, ഒന്ന് ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യം ആര് ചെയ്താലും മുസ്ലിം സൊസൈറ്റി പറ്റണല്ല. ഇനി ബാക്കിയുള്ള പണ്ഡിതന്മാർ പറഞ്ഞ് നമ്മളെ സംബന്ധിച്ചോളം എന്തല്ല, അത് ആണെങ്കിലും അല്ലെങ്കിലും അവരത് അനുകൂലിച്ച് പറഞ്ഞാലും പ്രതികൂലിച്ച് പറഞ്ഞാലും ശരി, റസൂലുള്ള പറഞ്ഞതല്ല എങ്കിൽ, ചെയ്തതല്ല എങ്കിൽ ഓ മുസ്ലിം സൊസൈറ്റി പെട്ടോനല്ല. അപ്പൊ മൗലിദ് കഴിക്കുന്നതിനെ പറ്റി അവര്, ഈ മൗലിദ് കഴിക്കുന്ന ആളുകൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന, അത് ചെയ്യേണ്ടതാകുന്നു എന്ന് പറയുന്ന ആളുകൾ, അവര് തന്നെ പറയുന്നത് മൗലിദ് നബി നടത്തിയിട്ടില്ല എന്നാണ്. അതെവിടെ പറഞ്ഞു? അത് നമ്മളെ തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറഞ്ഞൊരു പദ്യശകലം, ആ പദ്യശകലത്തിൽ അദ്ദേഹം പറയുന്നു, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അങ്ങനെ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്, അതായത് റസൂലിന്റെ കാലത്ത് ഇല്ലാത്തതാണ്. പിന്നെ അത് എപ്പോഴാ തുടങ്ങിയത്? അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഹിജ്റ 300 ശേഷം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എത്ര കാലം കഴിഞ്ഞിട്ടാ കൂട്ടരേത് വന്നത്? അത് എവിടെ നോക്കണം എന്നാ പറഞ്ഞറിയോ? അത് ഹലബി 1-ാം വാല്യമിൽ നോക്കേണ്ടതാ. അത് ഹലബി 1-ാം വാല്യം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം അന്ന് അതില്ലായിരുന്നു. അങ്ങനെ അപ്പൊ ഈ മൗലിദ് കഴിക്കുക എന്ന് പറഞ്ഞ മുസ്ലിം സൊസൈറ്റി പെട്ടവനല്ല. പിന്നെ മുസ്ലിം സൊസൈറ്റി പെട്ടവനല്ല എന്ന് ഞാൻ പറഞ്ഞതാണോ? അല്ല, റസൂലുള്ള പറഞ്ഞതാണ്. പക്ഷെ മൗലിദ് കഴിക്കാത്തവരാണ് ഇപ്പൊ സൊസൈറ്റി പെടാത്തവരായത്. നബി കാണിക്കാത്തൊരു കാര്യം ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നവരാണ് ഇപ്പൊ ആരായത്? സ്വയം വഴിവെച്ചവരാണ്, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവരാണ്. ആര്? മൗലിദ് കഴിക്കാത്തവര്. മൗലിദ് കഴിക്കാത്തവൻ നബി പഠിപ്പിക്കാത്ത കാര്യം ചെയ്തവൻ മുസ്ലിം അല്ല, നബി വരുന്നു. ഇത് നടത്തുന്ന ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ മൗലിദ് ഇന്നതാണ്, ഷറഫുല്ലാ മൗലിദ് നബി നടത്തിയതാണ്, ജയലം മുഹമ്മദ് നബി നടത്തിയതാണ്, മങ്കൂസ് മൗലൂദ് തലതിരിഞ്ഞ മൗലൂദ് നബി നടത്തിയതാണ്. അറിയപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ മൗലിദ് നടത്തുന്ന ആൾക്കാർക്ക് അറിയാം മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയില്ല. പോട്ടെ, 4-1 മദ്ഹബിന്റെ ഈ ആളുകളാണല്ലോ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾ. ഓരോടും ചോദിച്ചു നോക്കി, ഇമാം ഷാഫി നടത്തിയ മൗലിദ് ഏതാണ്? ചോദിച്ചു നോക്കിയോ? പള്ളി ദർസ് അടുത്തുണ്ടെ ചോദിച്ചു നോക്കി. അല്ലെങ്കിൽ പോട്ടെ, മാലിക് ഇമാം, ഷാഫി ഇമാമിന്റെ ഗുരുനാഥനാണല്ലോ, അദ്ദേഹം നടത്തി മൗലിദ് ഏതാണെന്ന് അന്വേഷിച്ചു നോക്കി നിങ്ങൾ. ഇവൽക്കാർക്കും മൗലിദ് അറിയില്ല. ഓല് നടത്തിയ മൗലിദ് ഏതായിരുന്നു? അല്ലെങ്കിൽ ഓരോ കിതാബിലുണ്ടായി. പിന്നെ കിതാബിലുണ്ട് ചങ്ങായിയെ, ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ഏതെല്ലാം കിതാബുണ്ട്. ഷാഫി മദ്ഹബിൽ, ഫിഖ്ഹിന്റെ കിതാബിലും, ഏത് കിതാബിലും നിങ്ങളൊന്ന് കാണിച്ചതാണ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്താ കാരണം? മൗലിദ് കഴിക്കുകയാണ്. മൗലിദ് മുണുങ്ങുക, അതിനാണ് കഴിക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇസ്ലാമിലുള്ള കാര്യം ഇസ്ലാമില്ലാത്ത കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു അളവ് പോലും പറഞ്ഞുതരാം. മൗലിദ് കഴിക്കുക, റാത്തീബ് കഴിക്കുക, ആണ്ട് കഴിക്കുക, നീർച്ച കഴിക്കുക, 3 കഴിക്കുക, 7 കഴിക്കുക, 40 കഴിക്കുക, 90 കഴിക്കുക. നിങ്ങൾ നിസ്കാരം കഴിക്കാറിയുണ്ടോ? സക്കാത്ത് കഴിക്കാറിയുണ്ടോ? നോമ്പ് കഴിക്കാന്ന് അറിയുന്നുണ്ടോ? ഹജ്ജ് കഴിക്കാന്ന് അറിയുന്നുണ്ടോ? അപ്പൊ ഒരു മുസ്ലിയാർ എന്നോടൊരു ചോദ്യം, മൗലവി സാഹിബ് ഒരു കാര്യം മനസ്സിലാക്കണം, മാർക്കം കഴിക്കാറില്ല. നമ്മൾ വിചാരിച്ചാൽ അത് എന്തല്ലാതെ വലിയ ചോദ്യമായിട്ട് കൊണ്ടുവരുന്നതാ. അപ്പൊ ഇസ്ലാമില്ലാത്ത കാര്യങ്ങളൊക്കെ കഴിക്കലാണ് ഒക്കെ ഉള്ളോട്ട്. ഇതിന്റെ പിന്നിൽ കഴിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ നടക്കൂല പരിപാടി. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളി, നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർ മുഴുവൻ വിളിച്ചിട്ട് മൗലിദ് ഒന്നും ഉണ്ടാക്കി നോക്കി. റബീഉൽ അവ്വൽ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാ പരിചയം വിളിച്ചോളി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിച്ച് നിന്നിട്ട് പടച്ചോട് ദ്വാരുന്നുകൊണ്ട് തന്നെ തുടങ്ങാലോ. എല്ലാവരും തുടങ്ങുക. പോവാൻ നേരത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം അള്ളാഹു തൗഫീഖും ആരോഗ്യം ഒക്കെ തരട്ടെ എന്ന് പറഞ്ഞാൽ വിട്ടുനോക്കി. അടുത്ത കൊല്ലം വരൂല്ല, ഇത് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇതിന്റെ മുകളിൽ അതിന്റെ പണി. പിന്നെ ഞാനൊക്കെ ദർസിൽ പോകുന്ന കാലത്ത് അന്ന് ഇത്ര ലൈറ്റ് ഒന്നുമില്ല.
അപ്പൊ ഈ എല്ലാ മൗലീദും സ്പെഷ്യലിസ്റ്റുകളാണല്ലോ നമ്മളൊക്കെ. അപ്പൊ ഞങ്ങള് മൗലിദാണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ പുറക്കാരന്റെ പുറത്തേക്കാണ്ട് ഇറങ്ങിക്കും. അപ്പൊ അന്ന് ഒരു ടോർച്ച് ഉണ്ടാവും. ആ ടോർച്ച് ഇങ്ങനെ കല തീർക്കും. കല എന്ന് മനസ്സിലായോ? ടോർച്ചിന് ഒരു കല ഉണ്ടാവും, ഫുള്ള് പതിയില്ല. അപ്പൊ നമ്മള് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മള് എന്നാ പിന്നെ ഇറങ്ങട്ടെ പുറക്കാരോട്. അപ്പൊ ഓല് എന്നാ പിന്നെ ഇൻഷാ അല്ലാഹ് അപ്പൊ നമ്മള് വീണ്ടും അപ്പൊ ഇറങ്ങാട്ടോ. ചൂട്ടുള്ളവരുണ്ടാവും, പിരിങ്ങനെ ഉടക്കുകയും കെട്ടുകയും ഒക്കെ ചെയ്യും. കാരണം സംതിങ് ഇങ്ങോട്ട് വരണം, എന്നാലേ നമ്മളോട് ഇറങ്ങുള്ളൂ. അപ്പൊ ശരിക്ക് പറഞ്ഞാൽ മൗലിദിന്റെ ആകത്തുക സംഭവം അതാണ്. പിന്നെ എന്താണ് മൗലിദ് കഴിക്കണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുടെ നേരെ പേര് തിരിയുമ്പോ തിരിയലെന്താ അറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാതൊരു പിരിശവുമില്ലാത്ത ഈ വർഗത്തോട്. അപ്പൊ ആൾക്കാരില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിരിശമില്ലാത്ത ആളുകളോ? സത്യത്തിൽ നിങ്ങളത് ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിരിശമില്ലാത്ത ഒരു മുസ്ലിം ഉണ്ടാകാൻ പാടില്ല, ഒരു മുസ്ലിം ഉണ്ടാകാൻ പാടില്ല. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ അധ്യാപകൻ. ആ അധ്യാപകനിൽ നിന്നാണ് ലോക മുസ്ലിങ്ങൾ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സന്മാർഗത്തിന്റെ കാരുണ്യത്തിന്റെ അടയാളമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനുമായി വന്നത്. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന്റെ കാരുണ്യമായിട്ടാണ് മുഹമ്മദെ നിന്നെ നാം അയച്ചിട്ടുള്ളത്. ഈ ലോകത്തിന് കാരുണ്യമാണ്. പ്രവാചകന്റെ പ്രവാചകത്വ ജീവിതകാലം 23 കൊല്ലക്കാലം കാരുണ്യത്തിന്റെ കാലമാണ്. പിന്നീട് അതിനുശേഷം ആ പ്രവാചകന്റെ ജീവിതം പഠിച്ചെടുത്ത ആളുകൾക്ക് കാരുണ്യത്തിന്റെ കാലമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് കാരുണ്യത്തിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ കാരുണ്യം. റസൂലുള്ളാഹി പറയുന്നു സയ്യിദുൻ നാസ് യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ലോകത്തുള്ള മുഴുവൻ മുർസലീങ്ങൾക്കും മുഴുവൻ ജനങ്ങൾക്കും നേതാവായി വരുന്ന ആളാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ നമ്മൾ ഏതെങ്കിലും നിലക്ക് ചെറുതാന്ന് പറയൂ? നിങ്ങളൊന്ന് ആലോചിച്ചു. ലോകത്ത് വന്ന മുഴുവൻ ജനങ്ങൾക്കും നേതാവാണ് ഇഹത്തിലും പരത്തിലും. അത് മാത്രമോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നാളെ പരലോകത്തേക്ക് ഒന്നാമതായി കയറി വരുന്ന പ്രവാചകൻ. മുസ്ലിങ്ങൾ മനസ്സിലാക്കണം, ഒന്നാമതായി ഖബറിൽ നിന്ന് അല്ലാഹുവിന്റെ അടുത്തെത്തുന്ന ഒന്നാമത്തെ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ശുപാർശ ചെയ്യുന്ന വ്യക്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി ശുപാർശ സ്വീകരിക്കപ്പെടുന്ന വ്യക്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രവാചകനെ നമ്മൾ ആരെങ്കിലും നിസ്സാരനായി കാണോ? ചിന്തിച്ചൂടെ നിങ്ങൾക്ക്? നോക്കൂ, തീർന്നില്ല. സയ്യിദുൽ മുർസലീൻ, മുർസലീങ്ങളുടെ നേതാവ്, നമ്മളെ നേതാവല്ല. ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ വന്നിട്ട് ആ പ്രവാചകന്മാർക്കെല്ലാം സയ്യിദായി വന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല അല്ലാഹുവും അവന്റെ മലക്കുകളും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വിശ്വസിച്ചവരെ അല്ലാഹുവും അവന്റെ മലക്കുകളും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സലാത്തും സലാമും നിർവഹിക്കുകയാണ്, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സലാത്തും സലാമും ചൊല്ലണം. ഇസ്ലാമിന്റെ നിയമമാണ് സലാത്തും സലാമും ചൊല്ലണം. അതെങ്ങനെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, സലാം ചെല്ലേണ്ടത് എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത്? സലാം ചെല്ലുന്നത് ഞങ്ങൾ ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകർക്ക് സലാം ഞങ്ങൾ ചെല്ലുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. നമ്മളിപ്പോ അത്തഹിയ്യാത്തിൽ നിന്ന് നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ടല്ലേ എപ്പോൾ വരുന്നത്? അല്ലേ? അതാണ് സലാത്ത്. എന്താ സലാം? അസ്സലാമു അലൈക അയ്യുഹൻ നബി. അത്തഹിയ്യാത്ത് കൊണ്ട് ചൊല്ലുകയാണ്. സലാത്തും സലാമും ചൊല്ലിയല്ലേ ഇപ്പൊ വന്നത്? അല്ലേ? ഇപ്പൊ ഇങ്ങോട്ട് വന്നത് സലാത്തും സലാമും ചൊല്ലിയിട്ടാണ്. അല്ലാണ്ട് ഞാനിപ്പോ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളോട് സലാം ചൊല്ലും, ഞാൻ അങ്ങനെ സലാം ചൊല്ലിയാലോ? അജരേ സലാമലൈക്കും നിങ്ങൾ പായും. ഇയാൾ തയ്യാറായിക്കുന്നു. ഇയാളെ കണ്ടപ്പോൾ ഇയാളോട് പേരിക്കാറുണ്ടാണ്. അതാണ് ഞങ്ങൾ
നേരെ മറിച്ച് നമ്മളിപ്പോ ഇവിടെ കൊണ്ടേ ഇട്ടുള്ള ആൾക്കാരെ മുസ്ലിംകൾക്ക് അറിയാൻ പറ്റുമോ? കാരണം മുസ്ലിം ആകെ അയാളെ പിരിഞ്ഞിട്ടായിരിക്കും ഇവിടെ കൊണ്ടേ എത്തിയിട്ടുണ്ടാകുക. പിന്നെ അയാളെ പേരെന്തായാലും ഞാൻ കരഞ്ഞോളൂ, എങ്കിൽ ഇയാളെ വരാം. അപ്പൊ ഞാന് അബ്ദുറഹ്മാനെ സലാമലൈക്കും ചെല്ലിയാക്കുണ്ടാവും. ഇയാൾ പോയില്ലേ? ഇയാൾ ഇവിടെ തിരിക്കോ? ഇല്ല. അങ്ങനെ നബിന്റെ റസൂൽ നമുക്ക് നാട്ടുകാർ നമ്മൾ തന്നെ സലാം ചെല്ലാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? പിന്നെ ഞങ്ങൾ റസൂലിന് എങ്ങനെ സലാം ചെല്ലാലോ? യാ നബി സലാമലൈക്കും അങ്ങനെ സലാം ചെല്ലു. അപ്പൊ നമ്മള് മൊയ്ലേറെ കണ്ടിട്ട് മൊയ്ലേറെ പോകുമ്പോഴേ മൊയ്ലേറെ സലാമലൈക്കും, ആജരെ സലാമലൈക്കും, കുട്ടികളെ സലാമലൈക്കും അങ്ങനെ സലാം ചെല്ലു. ദാളെ കളിയാക്കല്ലേ? അല്ലെങ്കിൽ അല്ലേ? അപ്പൊ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ സലാത്ത് എങ്ങനെയാ ചെല്ലേണ്ടത് പഠിപ്പിക്കാം. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയണം. അല്ലാണ്ട് ഞാൻ പ്രസംഗിച്ച് കൊയങ്ങുമ്പോ എന്താണ് ഇവിടുന്ന് സലാത്ത് കേൾക്കുന്നില്ലല്ലോ, ചെല്ലിയാട്ട 10 എണ്ണം സല്ലല്ലാഹു എന്നിട്ട് നിങ്ങൾ ഓണാക്കുക, ഞാൻ ഇവിടെ ഉദ്ദേശിക്കുക. അത് നബി പഠിപ്പിച്ചില്ല. അങ്ങനെയാണ് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യല്. എനിക്ക് ലേശം ക്ഷീണം തോന്നുകയാണ്, എനിക്കൊന്ന് ഇരിക്കണം, ലേശം മൂലായിട്ടൊക്കെ അടിക്കണം, എന്നാലേ രണ്ടാമത് വരാൻ കഴിയുള്ളൂ. അങ്ങനെ വരണം തോന്നിയാൽ ഞാൻ ചെയ്യും ഒരൊറ്റ ചെല്ലലായി. എന്താണ് ഇവിടുന്ന് സലാത്ത് കേൾക്കുന്നില്ലല്ലോ, ചെല്ലേട്ടങ്ങൾ ഒരു 10 സലാത്ത് ഉണ്ടോ? അങ്ങനെ ഒരു സലാത്ത് ഇസ്ലാമിലില്ല. അപ്പൊ എന്താ ഇല്ലാത്തത് ചെയ്താൽ ഇസ്ലാമിന്റെ പരിധി അത് ലംഘിച്ചു പോകും. എന്നാൽ നബിന്റെ പേരിൽ സലാത്ത് ചെല്ലാത്തോനോ ചെല്ലുന്നോനെ സംബന്ധിച്ച് റസൂൽ പറയുന്നു, മൻ സല്ലല്ലാഹു വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ നിങ്ങൾ ഒരു സലാത്ത് ചൊല്ലിയാൽ 10 അനുഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ പേര്. അല്ലാണ്ട് അങ്ങനെ സല്ലല്ലാഹു അങ്ങനെ കേട്ടാ, അതിന് പട്ടാൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ദബ്ബൊക്കെ എടുത്തിട്ട് മുട്ടിയിട്ടുള്ള ഏർപ്പാടല്ല കേട്ടോ. അപ്പൊ ഏതായാലും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ട് സലാത്ത് ചെല്ലാത്തോനോ അൽ ബഖീലു മൻ ദുഖിറത ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ പിശുക്കനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാണെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കാരണവശാലും സാധാരണ മനുഷ്യനായിട്ടല്ല മുജാഹിദുകൾ കാണുന്നത്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നബി ജീവിച്ചിരുന്ന കാലത്ത് ഒരു കല്യാണ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെണ്ണും കുട്ടികളുണ്ടല്ലോ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എന്നപ്പോ പാടിയ പാട്ടില്ലേ, തലൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വിദാഇ എന്ന് പറഞ്ഞ ബൈത്തുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇതാ ഒരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തലൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വിദാഇ വജബ ശുക്റു അലൈനാ മാദാ ലില്ലാഹി ദാഇ എന്നൊക്കെ പറഞ്ഞ ആ പാട്ടുണ്ടല്ലോ. ആ പാട്ട് വളരെ ശുദ്ധമായി നൽകിയ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ചുള്ള പാട്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു വരി കയറ്റി, നാളത്തെ കാര്യം അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങൾക്ക് വന്നിരിക്കുന്നു. റസൂൽ എന്ത് ചെയ്തു? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കോൾ റൊന്തിക്കും. അങ്ങനെ പാടില്ല, നാളത്തെ കാര്യമൊക്കെ ഞാൻ അറിയും. അങ്ങനെ അറിയാം. റസൂൽ പറഞ്ഞു, വേണ്ടാത്ത വിഷയം നിങ്ങൾ പറയരുത്. അത് നബി എങ്ങനെയാ പറഞ്ഞത്? മറിയമിന്റെ പുത്രൻ ഈസാ നബിയെ ക്രിസ്ത്യാനികൾ വാഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്നെ പറയരുത്. നമ്മളാണ് എന്താ പറയാ, അങ്ങനെ പറയും അല്ലേ? നമ്മള് ഒരാള് പറയാൻ ഉണ്ടാക്കല, അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാല റെപ്രസെന്റേറ്റീവായിട്ട് ഓരോ ജാറത്തിനും റെപ്രസെന്റേറ്റീവ് ഉണ്ട്. എല്ലാ മെഡിക്കൽ മരുന്നുകൾക്കും ഇതുപോലുള്ളത് പോലെ തന്നെ ഇതിനുണ്ട് എന്ത് റെപ്രസെന്റേറ്റീവ്മാർ. ഓലിങ്ങനെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്തൂടെ. അപ്പൊ ഏതായിരുന്നാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നബി അന്ന് തടഞ്ഞിട്ടുണ്ട്. ഇപ്പോഴോ ഇപ്പൊ ഇനി മൗലൂദ് എന്താ ഉള്ള കാര്യ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ കൂടുതൽ കേട്ടോ. ഒരു വരി കേട്ടോ, എന്താ വരി അറിയോ? ഷറഫുൽ അനാം മൗലൂദിൽ ഒരു വരി,
അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമൽ ഗഫീറു. ഈ വരി മിക്കവാറും ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. കാരണം ഒരു പ്രാവശ്യം ഇത് അറിയാണ്ട് ചെല്ലിപ്പോയി ഉണ്ടാവും അല്ലെ. എന്താ? അബ്ദുക്കൽ മിസ്കീൻ, സാധുവായ പ്രവാചകരുടെ അടിമ ഇതാ അങ്ങയെ തേടി വന്നിരിക്കുക. അങ്ങനെ നമ്മളെ അബ്ദുക്ക നബിന്റെ അടിമ ആണോ? അതോ നിങ്ങൾ അബ്ദുല്ലേ? ആരാകള്? അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമൽ ഗഫീറു. എല്ലാ വൻ പാപങ്ങളും പൊറുത്തിരുന്ന അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ അടിമ, സാധുവായ അടിമ ഇതാ അങ്ങയെയും പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ശരിയാണോ? ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയാണോ നമ്മൾ? ആണോ? ഞങ്ങളുടെ നാളത്തെ കാര്യം അറിയുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ആളാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി എന്താ പറഞ്ഞത്? ഇദാ റഅയ്തുൽ മദ്ദാഹീൻ, നിങ്ങൾ പ്രശംസിക്കുന്ന ആളുകളെ കണ്ടാൽ ഫഹ്സുഅല വുദൂഹി തുറാബ്, മണ്ണ് വാരി മുഖത്തേക്ക് ഇടണമെന്നാണ്. അങ്ങനെ ആളെ മദ്ഹ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടാലേ എന്ത് ചെയ്യണം? മണ്ണ് വാരി മുഖത്തേക്ക് തേക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇല്ലാത്ത അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വെച്ച് കിട്ടുക. ഇനി സുബ്ഹാന മൗലിദ് ഇതൊക്കെ ഒരു സാമ്പിൾ മാത്രം കേട്ടോ. ഞാൻ കുറച്ച് സമയം സംസാരിക്കുകയുള്ളൂ. സാമ്പിളൊക്കെ ഇവിടെ തന്നു പോവുക കേട്ടോ. ഞാൻ അഥവാ ആവശ്യമുണ്ട് അപ്പം നോക്കാനുള്ള. അപ്പൊ ഈ സുബ്ഹാന മൗലിദ് പറഞ്ഞ മൗലിദില്ലേ, അതിലെന്താ പറഞ്ഞത്? നേരക്ക് നേരെ മുഹമ്മദ് നബിയോട് പറയാണ്, അൻത ഗഫാറുൽ ഖതായ ലിദ്ദുനൂബിൽ മുബിഖാതി. അൻത ഗഫാറുൽ ഖതായ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് പാപങ്ങൾ മുഴുവൻ പൊറുത്തിരുന്നവരാണ്. എങ്ങനത്തെ പാപം എന്നറിയാമോ? ലിദ്ദുനൂബിൽ മുബിഖാതി, അല്ല പോലും പൊറുക്കപ്പെടാത്ത മഹാപാപങ്ങൾ അങ്ങ് പൊറുത്തിരുന്നവനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫാത്തിമത്തു ഖിത്അത്തു കബിദി, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണ്, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. ആ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, യാ ഫാത്തിമത്തു ബിൻതു മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമേ, അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് സ്വന്തം ശരീരം കാത്തുകൊള്ളണം കേട്ടോ. സലീനി മിൻ മാലി, ഉപ്പാന്റെ മുതലെന്താണെന്ന് വെച്ചാൽ ചോദിച്ചോ, അത് ഞാൻ തരാം. പക്ഷേ പരലോകത്ത് നിന്ന് എന്നെ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ ഒരു ഉപകാരവും ചെയ്തു തരാൻ മുഹമ്മദിന് കഴിയില്ല മോളെ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോ എല്ലാ പാപങ്ങളും പൊറുക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകരെ. ഇനി നിങ്ങൾ കേൾക്കണോ, എന്തെല്ലാം ജാതിയാ മൗലിദ് അറിയോ? മൗലിദിന്റെ കെട്ടുകെട്ട് കഴിച്ചാ ഭാണ്ഡം, ഇത് യാചകന്മാരെ ഭാണ്ഡം പോലെ. ആ വരികൾ എടുത്ത് നോക്കി നിങ്ങള്. അതിന് ഞാൻ പറയുന്ന അർത്ഥം ഓരോരു അർത്ഥം എഴുതിയിരിക്കുന്നു. എന്താ അറിയാം? കുറ്റാമെന്ന വാഹനമിൽ അറ്റാമില്ല ഞാൻ കേറി, തങ്ങളോടന്യായമാം സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാതെ ഞാൻ കേറിയിരിക്കുന്നു. അതെന്ത് വേണം? അതുകൊണ്ട് ഇതിനൊക്കെ നബിയോടാണ് ഞാൻ ശിക്കായത്ത് ചെയ്യുന്നത്, പരാതി പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങയോട്. ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ തെറ്റട്ടിട്ട് അതിന്റെ മുകളിലാ കയറിക്കുന്നത്. റസൂലിനോട് പറയാ, തെറ്റട്ടിട്ട് അതിന്റെ മുകളിൽ കയറിക്കാൻ നബിയെ. എങ്ങനത്തെ തെറ്റ് അറിയോ? വൈറഹസിനും വാദത് എണ്ണമില്ല വണ്ണമില്ല, അതിനോത്രം തെറ്റട്ടിട്ട് അതിന്റെ മുകളിൽ കയറിക്കാണ്. അങ്ങനത്തെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങല്ലേ വേണ്ടത്? അതല്ല ഇത് ചെയ്യുന്നത്. ഉത്തമരായ നബിയെ, അങ്ങയോട് ഞാൻ എന്താ പരാതി പറയുന്നു. അപ്പൊ ഇതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയല്ല. ഫമൻ റഗിബൻ സുന്നത്തി ഫലൈസ മിന്നി, ഞാൻ കാണിച്ചു തരാത്തൊരു സുന്നത്ത്, ഒരു ചര്യ, ഒരു നടപടിക്രമം നിങ്ങൾ ജീവിതത്തിൽ പാർത്തിയാൽ എന്റെ സൊസൈറ്റി അല്ല, മുസ്ലിമേ അല്ല. മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്ത് പറഞ്ഞു? നമ്മളെന്താ പറയുക? ഇത് നടത്താത്തവനാണെന്ന്
ആരാണ് മുയൽ, ആരാണ് മുളിൽ? അപ്പൊ മുസ്ലിയാർ എന്തിനാ അറിയാം ലാലാണ് മുളില്ലാന്ന് പറഞ്ഞതിൽ അർത്ഥമുണ്ട്. കാരണം വള്ളക്കാടി അടിയേ നിങ്ങളെന്താ പറഞ്ഞ. പക്ഷെ ഈ മൗലീദ് നടത്താനുണ്ടായ ഒരു കാരണം കേട്ടോ. മുമ്പ് ഈ മൗലീദ് വന്നതിലൊരു ഗുട്ടൻസ് ഉണ്ട്. ആ ഗുട്ടൻസ് എന്താ അറിയോ? ഞാനൊക്കെ ഇത് ചെല്ലാൻ നടക്കുന്ന കാലത്ത്, അതായത് ദർസിൽ ഓടുന്ന കാലത്ത്, പിന്നെ ഈ മാർക്കം കഴിക്കുന്നത് അവിടെയാണ് നമ്മളെ കാര്യമായി കൊണ്ടുപോകുക. എന്താ കാരണം അറിയോ? അന്ന് ഈ ചെറിയ പെറ്റ ഏഴിലൊന്നും അങ്ങനെ 14 അന്ന് 21 അന്നല്ല മാർക്കം കഴിക്കല്. സ്കൂളിൽ 7, 8 പഠിക്കുമ്പോഴാണ് അന്ന് കഴിക്കൽ. ആളുടെ പൈസ ചെയ്യേ. അപ്പോ ഈ എല്ലാം വലുതായിട്ടുണ്ടാവും കുട്ടികളൊക്കെ. അപ്പൊ ഇറ്റികളെ കൂട്ടിക്കൊണ്ടുകൊണ്ട് പുറേ കൊണ്ട് നിർത്തിയിട്ട് 2 ഉണ്ടാവും, 2 ഉണ്ടാവും. അപ്പൊ ഒന്നായിട്ട് കഴിപ്പിക്കല. സ്കൂള് പൂട്ടിന് 2 മാസം പൂട്ടല്ല. അപ്പൊ ഒന്നായിട്ട് മുറിച്ചേക്കാതാ. അപ്പൊ വൈകുന്നേരം തന്നെ ഒസാൻ വരും. ഒരു കത്തി, ഒരു ഈള്, ഒരു കൊടാള്, ഒരു വെളിച്ചെണ്ണ പരത്തിയത് തെല്ലും കൂടി ആയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുമ്പോ തന്നെ 3 എണ്ണത്തിന്റെ ഗ്യാസും പരിപ്പും തെറിച്ചിട്ടുണ്ടാവും. കഴിക്കാനുള്ള 3 എണ്ണത്തിന്റെ ഒരൊറ്റ ഗ്യാസ് ഉണ്ടാവില്ല. അതിലടക്കായിരിക്കും 3 എണ്ണത്തിന് രാത്രിയാകുമ്പോൾ ഒരുത്തനെ പിടിക്കുക. ഈ പിടിക്കുന്ന ആൾക്കാർ ഭയങ്കര കല്ലന്മാരാ. ഇത് നല്ല തീറ്റി പിടിച്ച് റെഡി ആയിട്ടുള്ള ആൾക്കാരാ. ഓരോ പിടിച്ചിട്ട് കാല് 2 കൂടെ ഉള്ളിൽ പോയിട്ട് ഒറ്റ പിണക്കൽ ഒരു വീതി വിട്ടി കൊടുക്കില്ല. അങ്ങനെ ചെയ്യല്. അപ്പൊ ഈ പിടിച്ചോന്റെ നെലിയും വിളിയും ഉമ്മാര് കേട്ടാ പിന്നെ അടുത്ത കാലത്തൊന്നും ഉമ്മക്ക് ബോധം വരില്ല. അപ്പൊ അത് കേൾക്കാണ്ടൊക്കെ ഞങ്ങളപ്പോൾ ഒരു 10-20 ജനത്തിനെ കൊട്ടുമ്പോ കേട്ടു. ഇത് ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത് അങ്ങനെ ഞങ്ങള് സേരാബാത്തി അടിക്കലാണ്. അപ്പൊ ഞങ്ങള് ഇത് 10-20 മൊയ്ലിയന്മാർ കൂടി ചെല്ലിയ ചക്കര തൊഴിലോടെ പോയി കേൾക്കൂല. അപ്പൊ ഉമ്മ കഴിഞ്ഞോന്ന് ചോദിക്കുന്നല്ല കൈ ചെയ്ത് ബോലു ചെയ്ത്. അപ്പോഴൊക്കെ അതിലടക്ക് ചിലപ്പോ ചിലത് പാഞ്ഞാടും ചില കുട്ടികള്. അപ്പൊ ചിലന്മാര് പറയും ഏതായാലും പാഞ്ഞില്ലെങ്കിൽ ഓനെ പിടിക്കണ്ടെന്ന് വാപ്പനെ പോലെ അടക്കിടുന്നോട്ടെ. ആ ഒരവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് ഈ മൗലീദ് ഈ ഒരു ഗുണമെങ്കിൽ ഉണ്ടായിരുന്നു. ഭയങ്കര അത്ഭുത. അപ്പൊ ഓരോ കാര്യങ്ങളും ഞാൻ വെറുതെ അങ്ങനെ പറയാണ്, ഞാൻ അങ്ങനെ കടന്നു പോകാനുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ചതിനെ സംബന്ധിച്ചൊക്കെ ശറഫുൽ അനാമിലും തുടങ്ങുന്ന കാര്യങ്ങള് ഹലീമ ബീവി പറയാണ്, ഞാൻ കുട്ടിനെ എടുത്തിട്ട് ഒരു ദിവസം പ്രസവിച്ചിന്റെ കുഞ്ഞിനെ എടുത്തിട്ട് ഹലീമ ബീവി എന്ത് ചെയ്തു? കുട്ടിനെ എടുത്തിട്ട് കാബത്തിനകത്ത് പ്രവേശിച്ചു. അപ്പോ അപ്പൊ ഹുബുലി എന്ന വിഗ്രഹം ഉണ്ടല്ലോ, മൂപ്പര് തലാത്തി കഴിഞ്ഞു കുട്ടിനെ കണ്ടപ്പോ. നബി 23 കൊല്ലക്കാലം അവിടെ തിരിഞ്ഞു വെച്ചിട്ട് ഒരൊറ്റ വിഗ്രഹവും തലതാത്തിയില്ല, വീണിട്ടില്ല. ഇനി കേട്ടിട്ടുള്ളത് അത് മാത്രമല്ല, വിഗ്രഹങ്ങളൊക്കെ അതിന്റെ സ്ഥാനം വിട്ടിട്ട് വീണുപോയി. ഹജറുൽ അസ്വദ്. അപ്പൊ ഞാൻ കുട്ടിനെ എടുത്ത് ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് നിന്ന് ഹജറുൽ അസ്വദ് അവിടുന്ന് നിങ്ങളടക്കി ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടല്ല. മനസ്സിലാ? നബിനെയും കൊണ്ട് നിങ്ങൾക്ക് വരില്ലയോ? ഞാൻ അങ്ങോട്ട് വരാം. നമ്മൾ പറയില്ലേ വലിയ ആൾക്കാരോടൊക്കെ നിങ്ങൾക്ക് വരാൻ അങ്ങോട്ട് വരാം. അതുപോലെ ഹജറുൽ അസ്വദ് പറയാണ് മുഹമ്മദ് നബിനെ ഇങ്ങോട്ട് വരാൻ അങ്ങോട്ട് വരാം. അങ്ങനെ എന്നിട്ടോ പ്രവാചകന്റെ മുഖവും ഹജറുൽ അസ്വദും കൂടി കൂട്ടി ഒട്ടിപ്പോയി. അങ്ങനെ ഉണ്ട് ഇവിടെ. ഈ വിടലൊക്കെ വിശ്വസിച്ചാൽ ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞാലോ ഞാൻ കൂടുതൽ എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് ഒരുപാട് പറയാനുണ്ട്. അത് ഞാൻ പറഞ്ഞ 2:30ക്ക് ഞാൻ ആ ചങ്ങായിയോട് പറഞ്ഞു, ആ CL-നോട്. ആ 2:30ക്ക് ഇവിടെ നോക്കുമ്പോ ഒറ്റ അയ്യോന്നാസില്ല, എല്ലാരും 4:30 വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. അപ്പൊ എനിക്കാണെങ്കിൽ തിരിച്ചു പോകേണ്ടതല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്രമാത്രം കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ കാത്തു സൂക്ഷിക്കുന്ന വിഭാഗം ആളുകൾ ഇന്ന് ഭൂമുഖത്ത് പറഞ്ഞു. അത് മനസ്സിലായിക്കോളൂ. എന്താ കാരണം അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന സുന്നത്തുണ്ടല്ലോ, മൻ അഹബ്ബനി, എന്നെ ആര് സ്നേഹിക്കുന്നു അവൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുന്നവനാ. ആരാണ് നബിയെ സ്നേഹിക്കുന്നവൻ? ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ ഞാൻ എന്റെ ദേഹം കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഇഷ്ടം. നബിയെ പറ്റില്ല അറിഞ്ഞു, അന്നേക്കാൾ ഇഷ്ടം എന്നെ വേണമെന്നാ. അതാ അത്ര ഇഷ്ടം നമുക്ക് നബിനോട് വേണം. അതെങ്ങനെയാ?
നബിനെ സ്നേഹിക്കേണ്ട എങ്ങനെ മൗലിദ് നടത്തിയിട്ടാ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മുഴുവൻ സുന്നത്തുകളും ജീവിതത്തിൽ പാർക്കുക. ചെറിയ ഉദാഹരണം കേട്ടോളി. ഇപ്പൊ നിങ്ങളൊരു കുപ്പായ ഇടച്ചോളി, ആദ്യം ഇടണം, വലത്തെ കയ്യിലെ കുപ്പായ ഇടണം, കൈ ഇടണം, ഒരു ചെരുപ്പ് ഇട്ടാച്ചോളി, അപ്പൊ വലത്തിന് പ്രാധാന്യം കൊടുക്കണം, ഒരു മുടി ചെയ്യുക എന്ന് വെച്ചോളി, വലത് ഭാഗം തുടങ്ങണം. അങ്ങനെ നബി വലത് ഭാഗത്ത് കൊണ്ട് ആരംഭിക്കുന്നത് ഇട്ടായിരുന്നു. ആ സുന്നത്ത് നമ്മൾ പിൻപറ്റുന്നു. നബി കിടക്കും പ്രാർത്ഥിച്ചു, എഴുന്നേൽക്കും പ്രാർത്ഥിച്ചു, ബാത്റൂം പോകും പ്രാർത്ഥിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണ ശേഷം പ്രാർത്ഥിച്ചു, വസ്ത്രം അണിയുമ്പോൾ പ്രാർത്ഥിച്ചു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാമ്പത്യ ബന്ധം പുലർത്തവും പ്രാർത്ഥിച്ചു. എല്ലാ രംഗത്തും പ്രാർത്ഥന പഠിപ്പിച്ചു. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയോ? അറിയില്ല. പിന്നെ നിങ്ങൾക്ക് ഏതാ അറിയാ? നമുക്ക് ഇതിന് അറിയേണ്ട ആവശ്യമില്ല. ഇതിനല്ലേ അറിയുന്ന ഒരാള്. മൂപ്പര് കല്യാണത്തിനൊക്കെ വരും, മൂപ്പര് വന്നിട്ട് അല്ലാഹുമ്മ അല്ലിഫ് ബൈന ആദം വ ഹവ്വാ നിക്കാഹിന്റെ കുത്തുബക്ക് ആദം നബിയെ ഹവ്വായെ ഒന്നിപ്പിക്കാൻ നമ്മളെ കുത്തുബക്കെ നമ്മളെ മോളെ കല്യാണത്തിനാ വന്ന് എന്നിട്ട് പറയുന്നോ ആദം നബിയെ ഹവ്വാ ബീവിയെ ഒന്നിപ്പിക്കുക. ഓലെ പണി കഴിഞ്ഞിട്ട് കാലത്തായി പറഞ്ഞ. ഇത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മുജാഹിദീങ്ങൾക്കുണ്ടോ അവർക്ക് ദിക്റില്ല, സലാത്തില്ല, ഖുനൂത്തില്ല, മുഹമ്മദ് നബിയില്ല, ആകെയുള്ളവർ അല്ലാഹുവാണ്. കേൾക്കണേ, ഇതൊക്കെ ഇല്ലാത്തല്ല. നമുക്ക് കൂട്ടരെ ദിക്റ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റും പ്രാർത്ഥനയും ഒക്കെ നിർവഹിച്ചിട്ട് നമസ്കാര ശേഷം പിരിയാൻ പാടുള്ളൂ. ചില മുജാഹിദീങ്ങൾക്ക് അതിന് അഭിപ്രായം ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ചില മുജാഹിദീങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇനിയൊന്നുമില്ലല്ലോ, പോവല്ലേ? അങ്ങനല്ല, നീ തസ്ബീഹും തക്ബീറും തഹ്ലീലും ഒക്കെ നിർവഹിച്ച് റബ്ബിനോട് പറയാനുള്ള പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ കേട്ടോ. മുജാഹിദുകൾ പഠിക്കണം എന്താണ് കേട്ടോ, അങ്ങനെ പോകാവൂ. പക്ഷേ ഒരാള് റബ്ബന ആതിന ഫീത്തിനങ്ങൾ തന്നന, ഞാൻ തിന്നന എറുമ്പക്കുഞ്ഞമതാജി പിസ്കനാന്ന് പറഞ്ഞ ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ലാതെ. ഈ ഞാൻ കേൾക്കുമ്പോഴേക്ക് ആമീൻ ആമീൻ എന്നറിയാൻ കുതിരിക്കുകയും ഞങ്ങളൊക്കെ തെറിച്ച് പഠിക്കുന്ന ആൾക്ക് പ്രാർത്ഥന വല്ലാണ്ടെന്ന് അറിയില്ല. ആകെ റബ്ബനാത്തിനെ പറ്റി അതിനെ അറിയുള്ളൂ. അവന് അല്ലാഹുമ്മ അഇസ്സുൽ ഇസ്ലാം വൽ മുസ്ലിമീൻ അതും അറിയാം. കാലഘട്ടം അങ്ങനെയുള്ളോ. അപ്പൊ പിന്നെ പൊരക്കാരുടെ പേരൊക്കെ പറഞ്ഞ് ജീവിച്ചാലേ പൊരക്കാരുടെ പേരൊക്കെ പറഞ്ഞ് തകർക്കണതാ. അപ്പൊ നമ്മൾ തിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റബ്ബന ആതിന ഫീത്തിനങ്ങൾ തന്നന എറുമ്പ കുഞ്ഞമതാജി പിസ്കൻ, അയാളെ എഴുതിയിട്ടില്ലായി. ഞാൻ ചെലവിന് വഴി കുടിക്കാരുടെ പേരാളായിരുന്നു. അപ്പൊ ആ നിലക്ക് ദുആ ചെയ്യുന്ന ഏർപ്പാട് ഇസ്ലാമില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, റസൂലുള്ളാഹി പറഞ്ഞു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ലം യഖൂദ് ഇല്ലാ മിഖ്ദാറൻ മാ യഖൂലു അല്ലാഹുമ്മ അൻത സലാം വ മിൻക സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം. സഹീഹ് ബുഖാരി എടുത്ത് മറിച്ച് നോക്കൂ, മുസ്ലിം എടുത്ത് മറിച്ച് നോക്കൂ, നിങ്ങൾക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിൽ അല്ലാഹുമ്മ അൻത സലാം വ മിൻക സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം ഇത് പറയുന്ന സമയം വരെ എഴുതിയിട്ടില്ല. എല്ലാ മദ്ഹബിന്റെ കിതാബുകൾ എടുത്ത് മറിച്ച് നോക്കി, നൂറുൽ അബ്സാർ വരെ എടുത്ത് മറിച്ച് നോക്കി, വൽ അഫ്ളലു ലിൽ ഇമാമി യഖൂമ അഖിബ മുസല്ലാഹു, സലാം വീട്ടിയ ഉടനെ പോയിക്കോളണം. ഇല്ലം യകുൻ സമ്മനിസാവും, പെണ്ണുങ്ങൾ പിന്നിലില്ലെങ്കിൽ. നൂറുൽ അബ്സാർ, തൂഫ, മഹല്ലി, മുഗ്നി, ഷെർവാനി എല്ലാ കിതാബും നോക്കി, ഏത് കിതാബിലല്ലാത്ത. പക്ഷേ ഷാഫി ഇമാം പറഞ്ഞു ഒരുത്തനെ അമുക്കാണ്, വിവരമില്ല, ഒരൊന്നും അറിയില്ല. എന്നാ ഓനെ പഠിക്കുന്നത് വരെ പ്രാർത്ഥിച്ച് കൊടുക്കുക ഏറിയാൽ. അല്ലാണ്ട് നിങ്ങൾ ആലോചിച്ച് കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കണ്ടേ? അതിന് മൊയ്ലിയരെ കൊണ്ടുവരാൻ പറ്റുമോ? മൊയ്ലിയരെ ഞാൻ കിടക്കാൻ പോകാം തുടങ്ങിക്കോളൂ. എണീക്കാൻ നേരത്തെ പള്ളിക്കൽക്ക് വല്ലെത്തി എണീക്കാനായിക്കണേ വരി കക്കൂസ് പോകുമ്പോൾ പ്രാർത്ഥിക്കണ്ടേ? അപ്പൊ വലിയ കളിക്കുക. ഇറങ്ങാൻ നേരത്തെ വലിയ ടൈം ആയിക്കില്ല, ഇറങ്ങാനായിക്കില്ല. അറിയാം, ദാമ്പത്യ ബന്ധം പുലർത്തുമ്പോൾ പ്രാർത്ഥിക്കാൻ നേതാവ് കൊണ്ടാൻ പറ്റൂല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദുആ ഇല്ല എന്ന് പറഞ്ഞാൽ ഓലെ കൂട്ടരില്ല നമ്മൾ പറഞ്ഞത് അർത്ഥം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് ഇങ്ങനെ വല്ലാതെ ടൈം എടുക്കാൻ ടൈമില്ല. അപ്പൊ ഓലെ കൂട്ടാണ്ട് നിങ്ങൾ കേൾക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പേച്ച് പോയത് ഓലെ ഭക്ഷണത്തിന്റെ കാര്യത്തില, ഓലെ പൈസന്റെ മുകളില. സാധാരണ അന്നൊക്കെ മൊയ്ലിയന്മാർക്ക് 150 റുപ്യ അമ്പളാ. വയലു അറിയാൻ പോകത്തൊക്കെ പോയി കൊണ്ടിട്ടു. പിന്നെ പറഞ്ഞ ശമ്പളം 150 ആണെങ്കിൽ കിമ്പളം കൂടിയായിട്ട് മാല, മൗലൂദ്, റാത്തീബാദികൾ, ഉറുക്ക്, നൂല്, പിഞ്ഞാണെഴുത്ത് ഇതെല്ലാം കൂടി ആയിട്ട് ഹോൾസെയിലും റീറ്റെയിലും എല്ലാം പൈസ ഉണ്ടാവും. ആര് വന്നാലും ഉറുക്ക്, എന്തെല്ലാം ജാതി ഉറുക്കാണ്. ഉറുക്കും മന്ത്രവും പിഞ്ഞാണെഴുത്തും തിവലത്തും. തിവലത്തുകാരുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാൽ ഇസ്മിന്റെ പണി എടുക്കണം. ഇസ്മിന്റെ പണിയാണ് മനസ്സിലായില്ലേ? സാധാരണ നമ്മളൊക്കെ പറയില്ലേ അന്തെന്താണ് പണി? പണിയൊന്നുമില്ല, പേരിനൊരു പണിയുണ്ട്, അതാണ് ഇസ്മിന്റെ പണി. ഇസ്മിന്റെ പണി പറഞ്ഞാൽ പേരിനൊരു പണി വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായി? അങ്ങനത്തെ ഇസ്മിന്റെ പണി എടുക്കുന്ന ആൾക്കാർ ചെയ്യുന്നതൊക്കെ ചെറുക്കാണ്.
ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റും. എന്താ കാരണം അറിയോ? കല്യാണം കഴിഞ്ഞ ഉടനെ ഭയങ്കര ഇഷ്ടയില്ല, സ്കൂട്ടറിന്റെ മുകളിൽ കൊണ്ടുപോകണ്ട അറിയാം. ആദ്യത്തെ 2 കൊല്ലം സ്കൂട്ടറിന്റെ മുകളിൽ തക്കാളി പെട്ടി ഉണ്ടായി കൊണ്ടുപോവുക. പിന്നത്തെ 2 മാസം കഴിഞ്ഞാൽ എല്ലാ ഗട്ടറിലും തള്ളിയിട്ട് കൊണ്ടുപോവുക. വീഴാണെങ്കിൽ വീണോട്ടെ, എന്നാ വേറെ കെട്ടാലോ, അജാതി പോക്കാ പോവുക അല്ലെ. അപ്പൊ എന്താ ഓളമ്മ പറയാണ്, പിയാപ്പിളക്ക് മുമ്പ് ഭയങ്കര സ്നേഹം എന്റെ മോളോട്. എന്താ കാരണം? അവന്റെ ആരോഗ്യം ബ്ലഡും ഒക്കെ കുറഞ്ഞു. ഞാൻ ഇവിടെ കാണിക്കുന്നത് മനസ്സിലല്ലേ? അപ്പൊ അവനക്ക് നല്ല തിന്നാൻ കൊടുക്കും, നല്ലോണം പിന്നെ അയാളൊക്കെ വാങ്ങിക്കൊടുക്കും. അപ്പൊ സാറാ അല്ലാണ്ട് മൊയിലേർ കേസ് കൊടുക്കല്ല. മൊയിലേർ കേസ് കൊടുത്ത് അവൻ പോവും. അതല്ല വേറെ എന്താ അറിയോ? ഈ തെൽസമാത്തിന്റെ പണിയെടുക്കുന്ന മൊയിലേമാരുടെ പണി എന്താ അറിയോ? ഒത്തബവും മാറ്റത്തിൽ ഷയാത്തിനോല മുൽക്കി സുലൈമാനുള്ള ആയത്തില്ലേ, അത് കോയിമുട്ടന്റെ മുകളിൽ ഒറ്റച്ചത്തിൽ എഴുതിയിട്ട് അടുപ്പ് കുഴിച്ചിടാൻ പോകും. ഞാൻ ഇതൊക്കെ കുഴിച്ചിടിപ്പിച്ചോല, അത് പെട്ടൊരാളാ. അപ്പൊ ഇതൊക്കെ ആ കോയിമുട്ടി പോയി. ആ കോയിമുട്ട ആ പിയാപ്പിളക്ക് തിന്നാൻ കൊടുത്താൽ ലേസാരോഗ്യം ഉണ്ടാവില്ല, അതിന് സ്നേഹം ഉണ്ടാവില്ല. അത് അടുത്ത് കുഴിച്ചിട്ടു. ഇങ്ങനെ മുശ്രിക്കാക്കി മാറ്റിയിട്ട് മനുഷ്യന്മാരെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ബാക്കിയോ ജാറോ രസ കേക്കണ്ട ജാതിയാ. ഞാനൊന്ന് വെറുതെ വായിക്കുക സാമ്പിളിന്. ഒരു സാമ്പിൾ ഞങ്ങൾ കേൾപ്പിച്ചു തരാം. രസമുള്ള പല ജാതി ജാറുണ്ട്. ഇതൊന്ന് കേട്ടോളികളി. ജാറത്തിന്റെ പോരിശ ജാറത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോക്കാം ഹോൾസെയിലായിട്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പോത്തിറച്ചി പോത്തിനൊന്നും ഇറക്കരുതെന്നാ പറഞ്ഞത്. ഇവിടെ സിയാർത്ത് ടൂറ് കേട്ടോളി. ഏകദിന സിയാർത്ത് ടൂറ് കോഴിക്കോട് ശാരദാ മന്ദിരം കച്ചേരിക്കുഴി വയൽ സിറാജുൽ മദ്രസയിൽ നിന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന സിയാർത്ത് ടൂറ് 23/1/2005 ഞായറാഴ്ച, വെള്ളിയാഴ്ച ഞായറാഴ്ച സുബഹി നമസ്കാരം പുറപ്പെടുന്നതാണ്. കേട്ടോളി. ഈ യാത്രയിൽ സഹാബാക്കൾ ചെറുകൊണ്ടുവരുന്നത് കോഴിക്കോട് ചെറുവണ്ണൂർ പോകുമ്പോ സഹാബാക്കളത്തൊക്കെ പറ്റി വരാൻ പോട്ട്. കേട്ടോളി. യാത്രയിൽ സഹാബാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, ഇവിടെ നെളിയമ്പറമ്പിലെ ശുഹദാക്കൾ നമ്മളെ ചട്ടിയോട്ടെ അറിയാലോ. ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ നെളിയമ്പറമ്പ് തന്നെ തിരിച്ചോളുന്നില്ല. ഇവിടെ നായ ശുഹദാക്കന്മാരുണ്ടാവുക. ഔലിയാക്കൾ, ശുഹദാക്കൾ, സാദാത്യങ്ങൾ എന്നിവരുടെ പുണ്യ മക്ബറകൾ സിയാർത്ത് ചെയ്ത് അന്ന് രാത്രി തന്നെ തിരിച്ചെത്തും. എന്തോ മിറാജോ? മീറാജാണ്. നമ്മൾക്ക് കേൾക്കണം. ഞാൻ കുറച്ച് കാലം ഇവർക്ക് മറുപടി അറിയാൻ നടക്കലേ. ഇപ്പൊ ഞാനത് നിർത്തിയിട്ട് ഒരു SLRC എന്ന പരിപാടിയായിട്ട് നടക്കല. മറ്റേ ഞാൻ ഇവരെ വിടൻ ചെയ്തി ഓരോരോ ജാതിയിട്ട് നടക്കല. ഞാൻ അബ്ദുറസാഖ് ബാക്കവി, ഐദി തങ്ങള്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അന്ന്. പിന്നെ നമ്മൾ ഒഴിവാക്കി, കാരണം ജന്തുക്കൾ നന്നാവില്ല. അപ്പൊ പിന്നെ യാത്രയിൽ സഹാബത്ത് ആരാണ് കേട്ടോളി. യാത്രയിൽ ഇടിയക്കര ഷെയ്ഖ് മക്കാം, കോഴിക്കോട്ടുള്ള ഇടിയക്കര. അവിടെ എന്താ അറിയോ? അപ്പവാളി തീർച്ചയായിട്ടും ഷെയ്ഖിന്റെ പള്ളി. അതാണ് ഇപ്പൊ ഒരു സഹാബി. അവിടുത്തെ സ്ഥിതി എന്താ അറിയാല്? അവിടെ അപ്പവാണി തീർച്ചാൽ പേര് കണ്ടന കാരണം അറിയോ? മൂക്കിന് സുഖമില്ലാത്ത മൂക്ക് പോലത്തെ അപ്പം മൈദമാവ് കൊണ്ട് കുഴച്ചുണ്ടാക്കുക. അതവിടെ വിൽക്കുന്നുണ്ട്. മൂക്കപ്പം. കണ്ണിന് സുഖമില്ലാത്ത കണ്ണപ്പം, കാലിന് സുഖമില്ലാത്ത കാലപ്പം, കൈക്ക് സുഖമില്ലാത്ത കാലപ്പം, തലക്ക് സുഖമില്ലാത്ത തലപ്പം, സിഫിലിസ് ഉള്ള അതപ്പം, ഗുണോറിയ ഉള്ള ആ ജാതി ആൾക്കാർക്കൊക്കെ ആ ജാതി അപ്പം, എയ്ഡ്സ് ഉള്ളവർക്കൊക്കെ ആ ജാതി അപ്പം. അങ്ങനെ എല്ലാ അപ്പങ്ങളും വിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഇടിയക്കര ഷെയ്ഖ് മക്കാം. ഒറ്റ ദിവസം കൂടി പോയി എന്ന് കേട്ടോളി. ഷെയ്ഖ് മക്കാം, വരക്കൽ മക്കാം. അതാരാരോ EK മുസ്ലിയാരെ പുതിയങ്ങാടി, പുതിയറ മക്കാം, കോഴിക്കോട് പുതിയകറ. ഞാൻ കുത്തുപാത്ര 10-15 കൊല്ലായി കുത്തുപാത്ര എന്റെ പുതിയറിന്റെ തൊട്ടത്തിൽ വെക്കാം. മടവൂര് അവിടത്തേക്ക് പിന്നെ പറ്റുമത്. അപ്പൊ മടവൂര് മക്കാമ് വേണം. പിന്നെ ഒടുങ്ങാട് മക്കാം, അടിവാരം നമ്മളെ വയനാട്ടിൽ പോകുന്നുണ്ട്. വയനാട് ചുരം ബ്രാക്കറ്റിൽ എഴുതി കാഴ്ച. അത് ജാറല്ല, ഇത് ബലല്ലങ്ങനെ കൊണ്ടുപോയിട്ടൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവസാനം ഒരു ഗർത്തം കാണിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ആദ്യമാണ് നമ്മൾ പോണ സ്ഥലം. ഇവരോടൊക്കെ അല്ലോ പറഞ്ഞോളി അറിയാൻ. അടിവാരം. പിന്നെ ഹയാത്തുൽ മുഅ്മിനീൻ മക്കാം, കുത്തുബി മക്കാം, ചൊക്ലി, ധർമ്മടം മക്കാം, പെരുവണ്ണാമൂഴി ഡാം കാഴ്ച. പെരുവണ്ണാമൂഴിയിലെത്തിയ ഡാം കാഴ്ച. ഇതെല്ലാം കൂടി ഡാം വീണുപോയി, എല്ലാം കൂടി കാഴ്ച. പിന്നെ ചെറുകുന്ന്, വളപട്ടണം എന്നീ 16ഓളം പുണ്യസ്ഥലങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 100 രൂപ അഡ്വാൻസ് നൽകി സീറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ 100 രൂപ അഡ്വാൻസ് എടുത്തിട്ട് ബുക്ക് ചെയ്യണം. ഇനി ജാർത്തിന്റെ പരസ്യം വരുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള ജാർത്തിന്റെ സന്ദർശിക്കുക. പെരുംപടപ്പ് പുത്തമ്പള്ളി ജാർ. എന്ത് പടപ്പ്? പെരും പടപ്പ്, വലിയ പടപ്പ, സാധാരണ പടപ്പൊന്നല്ല. സന്ദർശിക്കുക. കിട്ടുന്ന നേട്ടോ
സന്താന ലബ്ധി, കുട്ടികളില്ലാത്തവർക്ക് അവിടെ ചെന്നാൽ കുട്ടികൾ കിട്ടും. അത് ചിലപ്പോൾ കിട്ടുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. കാരണം അവിടെ 2 ദിവസം നിന്നാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വന്നേക്കാം. എനിക്ക് അത് ഉപയോഗിച്ച് പറയേണ്ട കാര്യമാണ് കേട്ടോ. അത് ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും. സന്താന ലബ്ധി, ഉദ്ദേശ ലബ്ധി, ഉദ്ദേശം എല്ലാ ഉദ്ദേശിച്ചെടുക്കുന്ന പോലെ നമ്മൾ അറിയോ, അതൊക്കെ ലബ്ധമാവും. പിന്നെ പേപ്പട്ടി വിഷ നിവാരണം, പ്രാന്തനായി കഴിച്ചാൽ അവിടെ ചെന്നിട്ട് വെള്ളം കുടിക്കാൻ നേരം എടുത്ത് പോരാ. ഇത് പറഞ്ഞോണ്ട് ആളെ പ്രാന്തനായി കടിപ്പിച്ചിട്ട് വെള്ളം കൊടുത്തോ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, മൂർഖം പാമ്പിന്റെ വിഷം തീണ്ടിയ ഓൻക്കും വെള്ളം കൊടുത്താൽ മതി. മൂർഖം പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക, പാമ്പാട്ടിയുടെ അടുത്തുള്ള അതെങ്കിലും ആയിക്കോട്ടെ, കടിച്ചിട്ട് അവിടെ കൊണ്ടുപോവുക. അപ്പൊ തന്നെ മയ്യത്തിൽ കാലം ഒന്നിന്റെങ്കിലും. എന്നിട്ടോ ഇതിന്റെ ഒക്കെ അവസാനം പല പത്രത്തിലും കാണാം. ഇതിന്റെ ഒക്കെ അവസാനം ഒരു പരസ്യം എന്താ അറിയോ, നിങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്ന സ്ഥലമാണിത്, വരുമ്പോ പൈസ ഇവിടെ കൊണ്ടുവരണം. അത് ഇവിടെ നടക്കൂല, അത് സഫലീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അത് നമ്മളെ സഫലീകരിക്കോ? അതെ, ഇവിടെ ഉണ്ടാക്കിയോലെ. എന്നിട്ട് നല്ല കച്ചവട കച്ചവടവും സ്വയം തൊഴിൽ കണ്ടെത്തൽ. നമ്മൾ സാധാരണ പെട്ടിപ്പീടിയൊക്കെ തുടങ്ങി അതിന് പറ്റിയത് ഈ മയ്യത്ത് കിട്ടിയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അനാട്ടമി വിഭാഗത്തിന് ഗുണം ചെയ്യും. പക്ഷെ വെൽക്കിത് കിട്ടിയാട്ടല്ലോ എന്റെ മോനെ ആ തിരൂര് ഭാഗത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരാളെ കാലപ്പുറത്ത് കയ്യപ്പുറത്ത് എന്ന് പറഞ്ഞു. എന്തെല്ലാം ജാതിയാണ്, പല ടൈപ്പിലാണ്. എന്നിട്ട് അവസാനം ഇതിനെന്താ അതിന്റെ രസം എന്താണ്, നിങ്ങളുടെ നേർച്ച മുതൽ കൊണ്ട് ഞങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി ഒരു ആശുപത്രി നടത്തുന്നു. എങ്ങനെയുണ്ട്? നമ്മൾ ആൾക്കാർ നേരിട്ട് വിളിച്ച് എല്ലാ രോഗം സുഖപ്പെടുത്ത മൂപ്പുണ്ടാവുന്ന ആശുപത്രി കടിക്കുന്ന വായിക്കുന്ന പിന്നെ തല അത് ചോദിച്ചാൽ എന്താ പറയുക? അത് നിങ്ങൾ മനസ്സിലാക്കണം, മഹാനവറുകൾക്ക് എല്ലാ മനുഷ്യരോടും സ്നേഹമാണ്. നേർച്ച കൊണ്ട് ഫലം ചെയ്യാത്ത നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ആ ആശുപത്രിയാണ്. മനസ്സിലായില്ല? നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് രോഗം വരുമ്പോ എങ്ങനെയും മാറ്റിയെടുക്കുക പോലെ. എങ്ങനെയുണ്ട്? നല്ല ടീമാ. പിന്നെ അതാക്കും ഇതാക്കും പല ചെപ്പിടി വിദ്യയുണ്ട് ഇതിന്റെ ഇടയിൽ. സിഹിറ് കോത്താമ്പിയാണ്, സിഹിറ് അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും. സിഹിറ് ബാധിക്കുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഇവര് വരുന്നോട്ട് തണ്ടനാട്ട് എടുത്തിട്ടേക്കും. ഇവിടെ എത്തുവോ? നേരെ കാസർഗോഡ് കോടിയപാട് മംഗലാപുരം പോയിട്ട് എന്താ സിഹിറ് കുടിക്കതാ, അല്ലെങ്കിൽ കോഴിക്കോട് ബാലാചരണമായിട്ട് ചോദിക്കും, ഇന്നെ വിളിച്ചിരുന്നു CL, ഞാൻ വന്നതാ എങ്ങോട്ട്? മംഗലാപുരത്തേക്ക്. മംഗലാപുരത്തല്ലല്ലോ, ഇതല്ല ഒരൊറ്റ മൂലയുമാതി ചുണ്ടടക്കാൻ കഴിയില്ല. കാരണം സീറ് കുടിക്കാല്ലോ പോയി അനക്കാ കൈലകളെ കൊണ്ട് ഉണ്ടോ? പല ജാതി കരികിട തട്ടിപ്പ് പരിപാടികളും നടത്തിയ ഞാനൊക്കെ ഇത് കുറെ നടത്തിയാട്ടോ. ഞാന് കോളേജിൽ പോകുന്നത് വരെ, ഞാൻ കോളേജ് ചെന്നിട്ട് അധ്യാപകന്മാർക്ക് എന്നെ കൊണ്ട് ചില്ലറടക്കണമെന്നില്ലേ. കാരണം എന്റെ അടുത്ത് ഒരുപാട് ജാഹിലിയത്തുണ്ടല്ലോ കൊട്ടയിലാക്കി കൊണ്ടുപോകാൻ, അത് ഈറ്റാക്കുന്നത്. അപ്പൊ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏത് കാര്യം ഞാൻ മിഷ്കാത്ത് വരുന്ന സമയത്ത് മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർന്നൊരു ഹദീസ് അപ്പൊ ഉസ്താദിനോട് വെച്ച് റസൂൽ മുടി വളർത്തിയിട്ടുണ്ട്. ആ റസൂൽ മുടി വളർത്തിയിട്ടുണ്ട്. പക്ഷേ മുജാഹിദികൾ മുടി വളർത്തുന്നത് കൊണ്ട് സുന്നത്ത് ജമാഅത്ത് അതിനെതിരാണ്. ജമമുജാഹിദികൾ എന്ന കസായല്ല, ജമാഅത്തെ മുജാഹിദികൾ. ജമമുജാഹിദികൾ മുടി വളർത്തുന്നത് കൊണ്ട് സുന്നത്ത് ജമാഅത്ത് അതിനെതിരാണ്. അല്ല റസൂല് വളർത്തിക്കണോ? നിങ്ങൾ വളർത്താൻ പറ്റൂല, ഓല് വളർത്തുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്താ വളർത്തി? മനസ്സിലായില്ല. ഇപ്പൊ എല്ലാം വളർത്തിയല്ല മുടി. മുമ്പിനോട് മാപ്പിള മൊട്ടാറ്റൊരു മൊട്ടന്നുണ്ട്. അതെങ്ങനെ അറിയോ? നമ്മളെപ്പോ ഉള്ള ആൾക്കാരങ്ങനെ കൊണ്ടുപോയി കസാൽമേൽ ഇരുത്തുക, റോബസ്റ്റ പായത്ത് ഒരു വിളിച്ചായില്ല, 4 പടിയാ കഴിഞ്ഞു അതിന്റെ പടി നമുക്ക് പോകാം. ഇത് പഠിക്കാഞ്ഞാലോ മാജിയരെ ചെക്കൻ കുറ്റം കിട്ടുപോയിക്കോ. ഇപ്പോഴോ എല്ലാ മൊയ്യന്മാരും മുടി വളർത്തിട്ട് എന്തൊരു റാഹത്ത് അറിയോ? അപ്പൊ നമ്മളെ പ്രവർത്തനമായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല പഠിക്കുന്നുണ്ട്. മദ്രസ ഉണ്ടാക്കിയപ്പോ മദ്രസ ഉണ്ടാക്കാൻ പാടില്ല, ഒരു കാലത്തുണ്ടാത്ത ബനീന മദ്രസയിലേക്കാൻ പാടില്ല, പാട്ടൊക്കെ പാടി അവസാനം പറഞ്ഞു നമുക്കിപ്പോ 1000 10,000 900 മദ്രസ ഉണ്ട്. അത്ര മദ്രസ വരെ ഉണ്ടാക്കി പോയി എന്നാ പറഞ്ഞു. ആയിക്കോട്ടെ, മുസ്ലിയാക്കന്മാർ പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ ഇവിടെ വിചാരിച്ചെങ്കിൽ നമ്മക്കൊന്നും ശമ്പളം വാങ്ങാൻ കഴിയില്ല. കാരണം ഒറ്റ ദിവസവും ബാക്കിയൊക്കെ മുത്താലിമീങ്ങളാ. ഒരാളെ മുദരിസ് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ മുത്താലിമീങ്ങളാ. മദ്രസ ഉണ്ടാക്കുമ്പോൾ ശമ്പളം വാങ്ങാൻ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മളോട് വലിയ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട്
ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല, സമയം വല്ലാണ്ട് അതിക്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഓർഡർ ഇങ്ങനെ വന്നുകൊടുക്കുക ലൈനിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്കൊക്കെ എതിരാണ്. എന്തൊക്കെയാ എഴുത്തും ഭാര്യ പഠിച്ചാൽ ആര്യനെഴുത്ത് വയ്യാൻ പാടില്ല. മുസ്ലിമിൻ മലയാളം വായിക്കാനേ പാടില്ല. അത് ജഹന്നമിലേക്ക് പോകുമ്പോൾ അഞ്ചാം മനോഹർ മാധവനൊക്കെ ആയിട്ട് പോവുക. പിന്നെ ഇംഗ്ലീഷോ അത് വേറെ ആരും പോയി അയാൾ പോയിട്ട് നരകം അങ്ങനെ പറയാനുള്ളതാ എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പൊ നിങ്ങൾ കണ്ടോ മാറ്റിയത്. അപ്പൊ മുജാഹിദുകളുടെ പ്രവർത്തനം മെല്ലെ ഫലിക്കുള്ളൂ, അല്ലാണ്ട് ഒക്കെ അത് പണിയെടുത്താ പെട്ടെന്ന് നിർത്താൻ ശരിയാവൂ. അപ്പൊ കുറെ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്നതിന്റെ പല ആളുകളൊക്കെ നിങ്ങൾക്കറിയാം. കോഴിക്കോട് സുലൈഖ കൊലക്കേസ് നടന്ന രവി, ആ സുലൈഖ കൊലക്കേസ് നടന്നപ്പോ എന്താ പറഞ്ഞത്? ഇതൊക്കെ മുജാഹിദുകളുടെ പണിയാന്ന് പറഞ്ഞത്. അങ്ങനെ ഇതുണ്ടാവുമായിരുന്നോ? മലയാള പഠിപ്പിക്കലില്ലായിരുന്നെങ്കിൽ ഈ ആപത്ത് ഇവിടെ ഉണ്ടാവുകയും. ആ ജാതി ആൾക്കാരാണ്. അപ്പോ ആ അനാചാരം കൊണ്ട് അജിക്കില്ല, ആചാരം പറയാൻ ടൈമില്ല. അങ്ങനെയാണ് അവസ്ഥ. ആചാരം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു വന്ന മുഴുവൻ പ്രാർത്ഥനകളും നിങ്ങൾ ജീവിതത്തിൽ പാർക്കണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച സംസ്കാരം ജീവിതത്തിൽ പാർക്കണം. ഈ ഭാഗത്തേക്കുള്ള എല്ലാ മുസ്ലിങ്ങളെ കയ്യിലും കാണുക അവർ ഇങ്ങനെ തൊള്ളയിലേക്ക് എന്താ പേര് പാൻപര കുർക്ക എന്താണെന്നറിയാം. അത് ഇങ്ങനെ ചുണ്ടുമുലിക്കുക പാൽപരാഗ് അല്ലേ? അത് ഇവിടെ മുസ്ലിങ്ങളൊക്കെ വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ സൂക്ഷിക്കണം. നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഞാൻ ദീർഘിക്കുന്നില്ല. കാരണം വെച്ചെങ്കിൽ കോഴിക്കോട് എത്തേണ്ടത് രാവിലെ തന്നെ ക്ലാസ് ആരംഭിക്കും. നമ്മൾ ഒരു നേരത്തെ വന്നിരുന്നു, പക്ഷെ സമയം ബന്ധിതമായി നിർത്തേണ്ടി വന്നുകൊണ്ട് നിർത്തി നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. കൂടുതൽ സമയം സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരിക്കലും പറയാൾ ശാന്തി തീർന്നൊരു കുടുംബം എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ എഴുതിയത് പുറത്തുണ്ട്. ആൾക്കാർക്ക് വന്നതാണ്. കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വാര പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണാൻ ഒരു വീട്ടിൽ ഒരു മകൻ പുതിയാളായിട്ട് പോവുകയാണെങ്കിൽ അവന്റെ കയ്യിൽ ഒന്ന് കൊടുത്തിട്ട് പഠിച്ചിട്ട് അവനെ കല്യാണം കഴിപ്പിക്കാവും. അതെ, അതിന്റെ അഭിപ്രായം. അതുപോലെ നിങ്ങളെ മകൾക്ക് മണവാട്ടിയായി പുറത്ത് ബോഡിന്റെ ഒപ്പത്തൊന്ന് പഠിപ്പിക്കുക. ഇതിനറിയോ പഠിപ്പിക്കുന്നത്? എന്നിട്ട് പോയാൽ മതി. മറ്റേ ഇവിടെ മനക്കോട്ടൊക്കെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ എല്ലാ കടലാസും കൂടി പൊട്ടിപ്പൊളിഞ്ഞു പോകും. അപ്പോൾ കല്യാണം എന്നൊക്കെ പറയാം. നമ്മളെ ഇതാ പോകുന്നേ എന്ന പാട്ടില്ലേ, കിരികിരി ചെരുപ്പ്, അതൊക്കെ കണ്ണിലും മുന്നിലും പാത്തുമ്മ, കണ്ണിന്റെ വയ്യിലും പാത്തുമ്മ, ഇങ്ങനെ പുറത്തും പാത്തുമ്മ. അത് ചില ഓള് പോകുന്നുണ്ട്. പക്ഷെ ആൾ ചെന്ന് നോക്കുമ്പോൾ ഒന്നായിട്ട് പാത്തി പോകും. അപ്പൊ അതിന് വലിയൊരു കാരണമുണ്ട്. അത്തരം കാരണങ്ങൾക്കുള്ള ചികിത്സയാണ് പുറത്തൊരു പുസ്തകമുണ്ട്, ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. ഞാൻ നിർത്തുന്നു. അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കാം. ഖുർആൻ സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ, ഖുർആൻ സുന്നത്തും അനുസരിച്ച് ജീവിക്കാനുള്ള ഹിദായത്തും തൗഫീഖും യോഗ്യതയും അനുഗ്രഹവും ഈ മനുഷ്യകുലത്തിന് അള്ളാഹു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. റഹ്മാനായ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.